ഹലോ ഗൈസ്, വെൽക്കം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. അത്യാവശ്യം നിങ്ങൾക്ക് നല്ല രീതിക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. നമുക്ക് ഗെയിമിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്ക്രിപ്റ്റിംഗ് എങ്ങനെ നമുക്ക് ഒരു പരിധി വരെ അവോയ്ഡ് ചെയ്യാനുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ നോക്കാം. അപ്പോൾ സ്ക്രിപ്റ്റിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ ഈ ഗെയിമിൻ്റെ അകത്ത് രണ്ട് കാറ്റഗറി ഓഫ് പ്ലെയേഴ്സ് ഉണ്ട്. ആ രണ്ട് കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ക്രിപ്റ്റിംഗ് ജസ്റ്റ് ഒരു മിത്താണെന്ന് പറയുന്നവർ, അതേപോലെ തന്നെ സ്ക്രിപ്റ്റിംഗ് ഉള്ളതാണെന്ന് പറയുന്ന ഒരു രണ്ട് കാറ്റഗറി ആയിട്ടുള്ള പ്ലെയേഴ്സ് നമുക്ക് ഈ ഒരു നമ്മുടെ ഒരു ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിലുണ്ട്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗെയിമിനകത്ത് സ്ക്രിപ്റ്റിംഗ് ഉണ്ട്. ഈ ഒരു ഗെയിം എന്നല്ല, ഏതൊരു ഓൺലൈൻ ഗെയിം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ആ ഒരു ഗെയിമിൽ സ്ക്രിപ്റ്റിംഗ് അനുഭവിക്കുന്നുണ്ട് അതിൻ്റെ യൂസേഴ്സ്. അപ്പോൾ നമ്മൾ ഈ ഫുട്ബോളിൻ്റെ കാര്യം പറയുമ്പോൾ ഇതിൻ്റെ അത് രണ്ട് കാറ്റഗറി ഓഫ് പ്ലെയേഴ്സിനാണ് അത്യാവശ്യം നല്ല രീതിക്ക് സ്ക്രിപ്റ്റിംഗ് ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്നത്. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവിഷൻ പുഷ് ചെയ്യണവരാണ്. ഇപ്പോൾ ഡിവിഷൻ 1 എത്താൻ വേണ്ടി പുഷ് ചെയ്യണവരും പിന്നെ അതിൽ നിന്ന് തന്നെ ഡിവിഷൻ 1 നിന്ന് പിന്നെ റാങ്ക് പുഷ് ചെയ്യുന്നവരുമായിട്ടുള്ള കുറേ കാറ്റഗറി പ്ലെയേഴ്സിനാണ് ഈ ഒരു സ്ക്രിപ്റ്റിംഗ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ സ്ക്രിപ്റ്റിങ്ങിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് പല ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് കൊണ്ട് പറയാനാണെങ്കിൽ നമ്മുടെ സ്കോഡ് തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിക്ക് ഒരു പേ ടു വിൻ സ്കോഡൊക്കെ ബിൽഡ് ചെയ്യുന്നവർക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഗെയിം കളിക്കുമ്പോൾ സ്ക്രിപ്റ്റിംഗ് വരാറുണ്ട്. അതായത് ഈ ന്യൂ യൂസേഴ്സിനായിട്ടൊക്കെ കളിക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ഒരു സ്ക്രിപ്റ്റിംഗ് കിട്ടാറുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ ഡിവിഷൻ പുഷ് ചെയ്യുന്നത്, റാങ്ക് പുഷ് ചെയ്യണവർക്കൊക്കെ സംഭവിക്കുന്നത്. കാര്യം അവർ 3-4 വിന്ന് കോൺസിക്യൂട്ടീവായിട്ട് വിൻ ചെയ്ത് വന്നിട്ട് നെക്സ്റ്റ് കളിയാകുമ്പോൾ തോറ്റു. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊനാമി അൽഗോറിതം തന്നെയാണ്. 3-4 വിന്ന് നമുക്ക് കോൺസിക്യൂട്ടീവായി കിട്ടിയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് കളി നമ്മൾ ലോസ് ആകാൻ വേണ്ടിയാണ് അവരുടെ ഒരു അൽഗോറിതം വർക്ക് ചെയ്യണത്. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റിംഗ് ഒരു പരിധി വരെ ഒഴിവാക്കാം, അത്യാവശ്യം എങ്ങനെ നല്ല രീതിക്ക് കോൺസിക്യൂട്ടീവ് വിന്നായിട്ട് പോകാമെന്ന് ഞാനിപ്പോൾ ഒരു 3-4 ടിപ്പ് പറഞ്ഞുതരാം. ആ ഒരു രീതിയിൽ നിങ്ങൾ കളിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു സ്ക്രിപ്റ്റിംഗ് ഒഴിവാക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കോഡിൽ വരുത്തേണ്ട ചെറിയൊരു മാറ്റമാണ്. അതായത് നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് സ്കോഡിൻ്റെ ടീം സ്ട്രെങ്ത്ത് നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് കൂട്ടി വെച്ചിട്ടുണ്ടാകും. ആ ഒരു ടീം സ്ട്രെങ്ത്ത് നമ്മളൊരു മാക്സിമം കുറക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ചെയ്യേണ്ടത്. അത്യാവശ്യം ഒരു 3000 നമ്മുടെ ടീം സ്ട്രെങ്ത്ത് കുറച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റിംഗ് ഒഴിവാക്കാൻ പറ്റും. അതിനായിട്ട് നമ്മുടെ സബ്ബിൽ നമ്മൾ അൺവാണ്ടഡ് ആയിട്ട് ഇട്ടേക്കുന്ന പ്ലേയേഴ്സ്, ചുമ്മാ ഇട്ടേക്കുന്ന പ്ലേയേഴ്സിനെ അങ്ങോട്ട് സബ്ബാക്കുക. അതിന് പകരം അവരെ റീപ്ലേസ് ചെയ്ത് നമ്മുടെ 1 സ്റ്റാർ പ്ലെയേഴ്സിനെ അങ്ങോട്ട് അവരെ റീപ്ലേസ് ചെയ്യുക. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് നമ്മുടെ ടീം സ്ട്രെങ്ത്ത് കുറഞ്ഞിട്ടും അങ്ങനെ ടീം സ്ട്രെങ്ത്ത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സ്ക്രിപ്റ്റിംഗ് ഒരു പരിധി വരെ ഒഴിവാക്കാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇൻ ഗെയിം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മളിപ്പോൾ ഒരു മാച്ച് കളിക്കാൻ കയറി അത്യാവശ്യം നമുക്ക് സ്ക്രിപ്റ്റഡ് ആണ് ആ ഒരു മാച്ച് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉടനെ നമ്മൾ കളിക്കുന്ന ഫോർമേഷൻ ചേഞ്ച് ചെയ്യുക. ആ ഒരു ഫോർമേഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ഒരു മാറ്റം വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ പറഞ്ഞു തന്നത്. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിക്ക് സ്ക്രിപ്റ്റിംഗ് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്നവർക്ക് വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കളിക്കുന്ന മാനേജറിനെ പ്രശ്നമാകാം ഈ ഒരു കാര്യങ്ങൾ എന്തായാലും സംഭവിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ മാനേജറിനെ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കുക. ഇപ്പോൾ നിങ്ങൾ കോൺസിക്യൂട്ടീവായിട്ട് കളിക്കുന്നത് ലോങ് ബോൾ കൗണ്ടർ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്വിക്ക് കൗണ്ടറിലായിട്ട് സ്വിച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും ഒരു മാറ്റം വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇതിൽ ലാസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം ഞാനിത് ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ കളിക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ഡിവിഷനായാലും റാങ്ക് പുഷ് ആയാലും നടത്താറുള്ളത്. അപ്പോൾ ഫസ്റ്റ് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു 3-4 വിന്ന് കോൺസിക്യൂട്ടീവായിട്ട് ജയിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഗെയിം ക്ലോസ് ചെയ്യുക. എന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും കയറി കളിക്കാൻ നോക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പരിധി വരെ ഒരു സ്ക്രിപ്റ്റിംഗ് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ സ്ക്രിപ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ ഇത്രേ പറയാനുള്ളത്. ജസ്റ്റ് ഈ ഒരു കാര്യങ്ങളെല്ലാം ഒന്ന് ചെയ്ത് നോക്കുക. സ്ക്രിപ്റ്റിംഗ് ഒരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റും. എന്തായാലും മുഴുവനായിട്ട് നമുക്ക് ഈ ഒരു ഗെയിമിൻ്റെ അകത്തുനിന്ന് ഈ ഒരു സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു കാര്യം എടുത്ത് മാറ്റാൻ പറ്റത്തില്ല. ജസ്റ്റ് നിങ്ങൾക്കത് പരിധി വരെ ഒഴിവാക്കാൻ എന്തായാലും പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.